സഖാവ് കെ ഇസ്മയിൽ പാർട്ടിയുടെ തലമുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിനെതിരെ ഈ പാർട്ടി ഒരച്ചടക്ക നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് അഭിപ്രായം പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയില്ല. അതെ, സംസ്ഥാന സെക്രട്ടറി അത് നിലപാടെടുത്ത സംസ്ഥാന സെക്രട്ടറി നിലപാടാണ് പാലക്കാട്ടെ പാർട്ടിയുടെ നിലപാട്. അതിനപ്പുറത്തേക്ക് വേറെ നിലപാട് പാലക്കാട്ടെ പാർട്ടിക്ക് വേറിട്ടൊരു നിലപാടില്ല. അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. അത്തരത്തിലുള്ള വിമത പ്രവർത്തനം നടത്തുന്നവരെ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അല്ല, അതൊക്കെ പാർട്ടി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം സഖാവ് കെ ഇസ്മയിലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. ആസ് ഇറ്റ് ഈസ് ഇപ്പോൾ ഒരു അച്ചടക്ക നടപടിയും സഖാവ് കെ ഇസ്മയിലിൻ്റെ പേരിൽ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അല്ല, എനിക്ക് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിലെ പറയാം. നാളെ എന്തുണ്ടാവും എന്ന് പറയാൻ പറ്റും. അല്ല, പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള പല ചർച്ചകളും പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ടാവും. അതൊന്നും മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ല, പ്രത്യേക ക്ഷണിതാവാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല. ജില്ലാ കമ്മിറ്റിയിൽ പല ആവശ്യങ്ങളും ഉയർന്നിട്ടുണ്ടാവില്ല. അതൊക്കെ നിങ്ങളോട് എങ്ങനെ പങ്കുവയ്ക്കുക? ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് 45 അംഗ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഓരോ ജില്ലാ കമ്മിറ്റി മെമ്പർമാരും പറയുന്ന അഭിപ്രായങ്ങൾ പുറത്തു വന്ന് പറയേണ്ട അഭിപ്രായങ്ങളല്ലല്ലോ. അല്ല, മാധ്യമങ്ങളോട് പറയേണ്ടതാണെങ്കിൽ പറയും. ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യവും ഞങ്ങളുടെ മുമ്പിലില്ല. അല്ല, പത്രങ്ങളിൽ എന്തെല്ലാം വാർത്തകൾ വരുന്നു, ആ പത്രങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിക്ക് തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ള വ്യാജമാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും വസ്തുതക്ക് നിരക്കാത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവാണ് സഖാവ് കെ ഇസ്മയിൽ. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പാർട്ടി ഒരു അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ല. അല്ല, പരാതി പലരെക്കുറിച്ചും ലഭിക്കുമല്ലോ പാർട്ടിക്ക്. അങ്ങനെ ഒരാളെക്കുറിച്ച് പരാതി ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെ മാധ്യമത്തോട് പറയും? പലരെക്കുറിച്ചും പരാതി ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. സ്വാഭാവികമായിട്ട് വലിയ തലമുതിർന്ന നേതാവാണ്. അപ്പോൾ പലതരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പാർട്ടിക്കെതിരെ എന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിഭാഗത്തിനെങ്കിൽ അദ്ദേഹത്തോടൊരു എതിർപ്പുണ്ടാവില്ല ജില്ലാ കമ്മിറ്റിയിലൊക്കെ. അങ്ങനെയൊക്കെ അല്ല, ജില്ലാ കമ്മിറ്റി നടന്ന ചർച്ചകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സംഘടനാ തത്വമുണ്ട്. ആ സംഘടനാ തത്വത്തിനനുസരിച്ച് പാർട്ടിക്കകത്ത് നടക്കുന്ന സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ പൊതുമാധ്യമങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ കഴിയില്ല. പങ്കുവയ്ക്കേണ്ട കാര്യങ്ങൾ വരും, അപ്പോൾ പങ്കുവയ്ക്കാം. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് ഇത് ചർച്ച നടത്തി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമൊന്നുമല്ലല്ലോ. CPIയിലെ ഭരണഘടനാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ടുള്ളവർ ആ അച്ചടക്ക നടപടിക്ക് വിധേയമായി പ്രവർത്തിക്കണം. അങ്ങനെയാണ് പാർട്ടിയുടെ കീഴ്വഴക്കം. അതിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ അവർ പാർട്ടിയായിട്ട് ബന്ധമില്ല എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് സേവ് CPIയെ രക്ഷിക്കാൻ CPIക്ക് അറിയാം. പിന്നെ വേറൊരു സേവ് CPIയുടെ ആവശ്യമില്ല. CPIയെ രക്ഷിക്കാൻ അല്ല, അതൊക്കെ വ്യാപിപ്പിച്ചു. അതൊക്കെ ഒരു പ്രതിസന്ധിയില്ല. പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രതിസന്ധിയും പാലക്കാട്ടെ പാർട്ടിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല.